ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഞാൻ ഓട്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. അത് ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ നന്നായിട്ട് തന്നെ ആ ഒരു ഓട്സൊക്കെ അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ അടി പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അലുമിനിയം ഫോയിലിൻ്റെ ചെറിയ 2 പീസാണ് കേട്ടോ. അത് കയ്യിൽ പിടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഭാഗത്തുള്ള കൊഴുപ്പെല്ലാം നല്ല രീതിയിൽ നമുക്ക് നീങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ സോപ്പോ ലിക്വിഡോ വെള്ളമോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ആ ഒരു കൊഴുപ്പായിട്ടുള്ള ഭാഗമൊക്കെ നല്ല പോലെ തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട്. എല്ലാ വശവും ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് 3/4 ഭാഗവും ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ഒരു പാത്രത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശേ ഉണ്ട്. വീണ്ടും ഞാൻ അതേ ഫോയിൽ വെച്ചിട്ട് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്തും ഞാൻ സോപ്പോ അതല്ലെങ്കിൽ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ ഉപയോഗിച്ച അതേ ഫോയിൽ വെച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള അഴുക്ക് കൂടി എനിക്ക് നല്ലപോലെ തന്നെ നീങ്ങി കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ച് കറ പോലെ കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ഞാൻ നന്നായിട്ട് തന്നെ ആ ഒരു ഫോയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോയിൽ പറ്റ വീക്കായി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഫോയിലിൻ്റെ പീസ് എടുത്തതിന് ശേഷം ഒടിച്ചെടുത്താലും മതിയാകും. ഞാനിതെല്ലാം ഈ ഒരൊറ്റ ഫോയിലിൻ്റെ പീസ് വെച്ചിട്ടാണ് ഒടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വശവും ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറുതായിട്ടൊരു കറ പിടിച്ച പോലെ. ആ ഒരു ഭാഗം കൂടി ഞാൻ അതേ ഫോയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അരക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഭാഗത്തുള്ള കളറും എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ തന്നെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന അഴുക്കും കറയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ അഴുക്ക് പിടിച്ചിട്ടുള്ള പാത്രം അതല്ലെങ്കിൽ കറ പിടിച്ചിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ സോപ്പോ ലിക്വിഡോ ഒന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് വെറും അലുമിനിയം ഫോയിലിൻ്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഫ്ലോറിലൊക്കെ എണ്ണയായി കഴിഞ്ഞാൽ നമ്മൾ അത് തുടച്ച് കഴിഞ്ഞാലും ആ ഒരു എണ്ണയുടെ അംശം അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വഴുക്കിയൊക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഒട്ടും ആ ഒരു എണ്ണമയം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു സ്പഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഓയിൽ നല്ല പോലെ ആ ഒരു സ്പഞ്ച് അബ്സോർബ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എണ്ണ ഉള്ളതെല്ലാം ഈ ഒരു സ്പഞ്ചിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ എണ്ണയൊക്കെ ആയിക്കഴിഞ്ഞാൽ തുണിയൊക്കെ വെച്ച് തുടക്കുന്ന സമയത്ത് എണ്ണയില്ലാത്ത ഭാഗത്തേക്ക് കൂടി ആ ഒരു എണ്ണ സ്പ്രെഡ് ആവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതേപോലെ സ്പഞ്ച് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ എണ്ണ ആയ ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് അത് സ്പ്രെഡ് ആവില്ല കേട്ടോ. ഇപ്പം ഞാൻ ആ ഒരു ഉണ്ടായിരുന്ന ഓയിലെല്ലാം ആ ഒരു സ്പഞ്ച് വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം സ്പഞ്ച് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ എണ്ണ അബ്സോർബ് ആയിട്ട് കിട്ടും. വീണ്ടും ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഫ്രഷ് ആയിട്ടുള്ള പൗഡർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡർ ആയാലും മതി. ഇപ്പം ഞാൻ ആ എണ്ണ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒട്ടും എണ്ണയുടെ അംശമില്ലാതെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാനൊരു ബാഗാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുന്ന ബാഗുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ബാഗിൽ നിറയെ അഴുക്കൊക്കെ ഉണ്ടാവും. പിന്നീട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് അല്ലേ. എന്നാൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ ബാഗ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഡസ്റ്റ് ഇല്ലാതെ നമ്മൾ കീപ്പ് ചെയ്ത അതേ ഒരു ഫ്രഷ്നെസ്സോട് കൂടി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ഇതേപോലെ കൊളുത്തിയിട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഒരു ബാഗിൻ്റെ പുറം സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ മാറാലയും അഴുക്കും പൊടിയൊക്കെ ഉണ്ട്. ജസ്റ്റ് ആ ഒരു പൊടിയെല്ലാം ഞാൻ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു തലയണ കവറാണ് കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ കളറ് മങ്ങിയിട്ടുള്ളതോ അതല്ലെങ്കിൽ ചെറിയ ഹോൾസൊക്കെ ഉള്ള തലയണ കവർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ആ ഒരു കവറിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കത് പൊടിയൊന്നും കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കളർ മങ്ങിയിട്ടുള്ള ഒരു തലയണ കവറാണ്. അത്യാവശ്യം സൈസുള്ള ഒരു കവറാണ് കേട്ടോ. അപ്പോൾ ബാഗും അത്യാവശ്യം സൈസുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബാഗ്
ബാഗ് കൊള്ളുന്ന രീതിയിലുള്ള കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കവറിനുള്ളിലേക്ക് ബാഗ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുഞ്ഞു മക്കൾക്കായാലും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ് താനും. എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ബാഗ് നമ്മൾ ഏത് രീതിയിലാണോ കീപ്പ് ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ബാഗ് മുഴുവനായിട്ട് ആ ഒരു കവറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു കവറിൽ കുറച്ച് ബാലൻസ് വരുന്നുണ്ട് കേട്ടോ. ആ ബാലൻസ് വരുന്ന ഭാഗം ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ബാഗ് വെച്ചതിന് ശേഷം ഇത്രയും ഭാഗമാണ് എനിക്ക് ബാലൻസ് ഉള്ളത്. ഈ ഒരു ഭാഗം ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൽ ബാഗ് മാത്രമല്ല കേട്ടോ, നമ്മൾ എപ്പോഴും എടുക്കാത്ത ഫാൻസി സാരികൾ, അതുപോലെ തന്നെ ചപ്പൽസ്, മക്കളുടെ നല്ല ഡ്രസ്സുകൾ എല്ലാം ഇതേ രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തലയിണ കവർ വെച്ചിട്ട് ഒത്തിരി ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് അതല്ലെങ്കിൽ PSCക്കൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് നമ്മൾ വലിയൊരു ബുക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കാറുള്ളത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജിൽ സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അടയാളം വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ ആ ഒരു പേജ് ഒന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നിവർന്നു പോയാലോ അതല്ലെങ്കിൽ നമ്മൾ അടയാളം വെച്ചിട്ടുള്ളത് എന്താണോ അത് താഴെ വീണ് കഴിഞ്ഞാലോ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് ഏതാണെന്ന്. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള പേജ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആവശ്യമില്ല എന്ന് കരുതി ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്ന പെന്നിൻ്റെ ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ ഏത് പേജാണോ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു പേജ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെ പെൻ ക്യാപ്പ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പേജ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് ആ ഒരു പെൻ ക്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വായിച്ചു വെച്ചിട്ടുള്ള പേജ് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. കുഞ്ഞു മക്കൾക്കായാലും ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. ഒത്തിരി സമയമോ ഒത്തിരി ക്യാഷോ ഒന്നും വേണ്ട, വെറുതെ നമ്മൾ കളയുന്ന ഒരു പെൻ ക്യാപ്പ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ ടാപ്പാണ്. സാധാരണയായിട്ട് നമ്മൾ ഇൻസുലേഷൻ ടാപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മെൻഷൻ ചെയ്യാതെ വെച്ചേക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടെത്താൻ കുറച്ച് പാടായിരിക്കും. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കയ്യിൽ കുറച്ച് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒരു ലൈനായിട്ട് തന്നെ നമുക്ക് തെളിഞ്ഞു വരും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഞാനതാ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേപോലെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ മെൻഷൻ ചെയ്ത് വെക്കുന്നത് ഒരു പൊട്ട് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഇൻസുലേഷൻ ട്രാപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കുറച്ചൊന്ന് നീക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഇതേപോലെ റെഡ് കളറിലുള്ള ഒരു പൊട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം വലിച്ചു വെച്ചിട്ടുള്ള ഇൻസുലേഷൻ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷനൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.